ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഗുഡ്സൺ കട്ടപ്പന. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കാർ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുമ്പോൾ ഒരു തുടക്കക്കാരന് ഏറ്റവും കൂടുതൽ സംഭവിച്ചു വരുന്ന മിസ്റ്റേക്കുകളിൽ ഒന്നാണ് ഒരു വണ്ടി ശരിയായ രീതിയിൽ വ്യത്യസ്ത റോഡുകളിൽ നിർത്താനായിട്ട് അറിയത്തില്ല. കയറ്റത്ത്, ഇറക്കത്ത്, നല്ല ഗട്ടറുള്ള റോഡുകളിൽ, അതുപോലെ തന്നെ നിരപ്പ് റോഡിൽ എങ്ങനെ നിർത്തണമെന്ന് അറിയത്തില്ല. വണ്ടി നിർത്തുന്ന അവസരങ്ങളിൽ ആദ്യം ക്ലച്ച് ചവിട്ടണോ, അതിനുശേഷം ബ്രേക്കേൽ വരണോ, അല്ലെങ്കിൽ ആദ്യം ബ്രേക്കേൽ വന്നിട്ട് ക്ലച്ച് ചവിട്ടണോ, അതോ ക്ലച്ചും ബ്രേക്കും കൂടെ ഒരുമിച്ച് ചവിട്ടണോ, ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടാകാറുണ്ട്. ഞാൻ അതിനുവേണ്ടി തിരക്കുള്ള റോഡിൽ ഡ്രൈവ് ചെയ്യുന്നത് കാണിക്കാം. ഒപ്പം തന്നെ നമുക്ക് ചെറിയ വില്ലേജ് റോഡിൽ ഡ്രൈവ് ചെയ്യുന്നത് കാണിക്കാം, ഗട്ടറിലൂടെ ഡ്രൈവ് ചെയ്യുന്നത് കാണിക്കാം, കയറ്റത്ത് ഡ്രൈവ് ചെയ്യുന്നത് കാണിക്കാം. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ എങ്ങനെയാണ് ഞാൻ വണ്ടി നിർത്തുന്നതെന്ന് നിങ്ങളെ കൃത്യമായിട്ടും കാണിച്ചു തരാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഗുണമാകും. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. എന്തായാലും നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഞാൻ ഇതേ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഓൾറെഡി വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്. ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു, വണ്ടി എടുക്കുകയാണ്. ഓക്കെ, ഇപ്പം ഞാനിതേ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ മുന്നിലായിട്ടൊരു വണ്ടി ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പം മുന്നിൽ പോകുന്ന വണ്ടി ശകലം അങ്ങോട്ടൊന്ന് നീങ്ങി, അപ്പോൾ എനിക്ക് വണ്ടി നിർത്തണം. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, അതായത് ആദ്യം നിങ്ങളതേ ക്ലച്ച് അങ്ങോട്ട് ചവിട്ടി പിടിക്കുക, അതിനുശേഷം ബ്രേക്കിലേക്ക് വരിക. അതായത് ഒരു വണ്ടി നമുക്ക് എടുത്ത് നിർത്തിയെടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇത് ഇത്രയേ ഉള്ളൂ. ഹാഫ് ക്ലച്ച് വരുന്നു, ആക്സിലറേഷൻ കൊടുക്കുന്നു, ക്ലച്ച് എന്ന് അയക്കുന്നു, നമ്മളിങ്ങനെ വണ്ടി എടുക്കുന്നു. ഇനി വണ്ടി നമുക്ക് പെട്ടെന്ന് ഇവിടെ നിർത്തണം. ഇപ്പം തന്നെ നിങ്ങൾ നോക്കും, ഇവിടെ ഒരു മെയിൻ റോഡാണ്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഒരു വണ്ടിയൊക്കെ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് എടുക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ വണ്ടി നിർത്തണമെന്ന് തോന്നിയാൽ ആദ്യം ക്ലച്ച് ചവിട്ടിയിട്ട് ഇങ്ങനെ ബ്രേക്ക് വരിക. അപ്പോൾ നമുക്ക് വണ്ടി ഇങ്ങനെ നിർത്തി ഈ ഒരു സൈഡിൽ നിന്ന് വരുന്ന വണ്ടികളൊക്കെ പോയതിന് ശേഷം നമുക്കിത് ഇതുപോലെ ക്ലച്ച് എന്ന് അയച്ച് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കാം. അപ്പോൾ ഒരു വണ്ടി പതിയെ എടുക്കുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ആദ്യം ക്ലച്ച് ചവിട്ടിയിട്ട് മെല്ലെ ബ്രേക്കിലേക്ക് വന്ന് നമുക്കൊരു വണ്ടിയെ ഈസി ആയിട്ട് നിർത്താനായിട്ട് കഴിയും. ഇപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് വണ്ടി പോകുന്നത്. സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ പോകുന്നു. ഞാനിവിടെ ഇറക്കം കൂടിയ ഒരു റോഡ് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അപ്പോൾ എൻ്റെ കാലിൽ ഇതേ ബ്രേക്കിലുണ്ട്. എനിക്കിവിടെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് വണ്ടി നിർത്തണം. അപ്പോൾ എങ്ങനെയാണ് നിർത്തേണ്ടത്? നിങ്ങൾ നോക്കുക, ഇവിടെ ഇറക്കം കൂടിയ ഒരു റോഡാണ്, നമുക്കിവിടെ സൈഡ് ഒതുക്കി നിർത്തണം. അപ്പോൾ അതിന് വളരെ സിമ്പിളാണ്. ആദ്യം നിങ്ങളിതേ ബ്രേക്ക് കാല് വെച്ച് ഇപ്പോൾ പോകുന്ന വണ്ടിയുടെ വേഗത കുറച്ചും കൂടെ സ്ലോ ആക്കുക. ഇപ്പം ഞാൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു. അതെ, ഇപ്പോൾ പോകുന്ന വണ്ടിയുടെ വേഗത അതെ ബ്രേക്ക് കാല് വെച്ച് ഞാൻ സ്ലോ ആക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ക്ലച്ചും കൂടെ പൂർണ്ണമായിട്ട് ചവിട്ടിയിട്ട് ഇതേ വണ്ടിയെ നിർത്തുന്നു. അപ്പോൾ നമ്മളൊരു ഇറക്കത്തൊക്കെ ഇറങ്ങി വരുന്ന സന്ദർഭങ്ങളിൽ സെക്കൻഡിലോ തേർഡിലോ ആയിക്കോട്ടെ, നമുക്ക് നമ്മുടെ വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇറക്കമായതുകൊണ്ട് തന്നെ ബ്രേക്കിൽ കാല് വെച്ച് നമ്മുടെ വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് വണ്ടിയുടെ റണ്ണിങ് കുറയും. ആ ഒരു സമയത്ത് നമ്മൾ വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്ത് ഒതുക്കാൻ തുടങ്ങുന്ന ടൈമിൽ എന്ത് ചെയ്യണം? ബ്രേക്കിനോടൊപ്പം തന്നെ ക്ലച്ചും കൂടെ ചവിട്ടി സൈഡിലേക്ക് ചേർന്ന് വരിക. അതിനുശേഷം വണ്ടി പൂർണ്ണമായിട്ട് നിർത്തേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബ്രേക്കും കൂടെ പൂർണ്ണമായിട്ട് ചവിട്ടി വാഹനത്തെ നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു ഇറക്കം കൂടിയ റോഡിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ വണ്ടി നിർത്തുന്ന സാഹചര്യങ്ങളിൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി ഇത് മാത്രമല്ല, നമുക്കൊരു വാഹനം വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നിർത്തേണ്ടത് വീണ്ടും നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം ഞാനിങ്ങനെ ഫോർത്ത് ഗിയറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെ കാല് ബ്രേക്കിലുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയധികം സ്പീഡിൽ പോകുമ്പോൾ നമുക്ക് എങ്ങനെ ഒരു വണ്ടി നിർത്താം, പെട്ടെന്ന് നിർത്താം? അപ്പോൾ അങ്ങനെയുള്ളൊരു സന്ദർഭം നമുക്ക് വരുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഇപ്പോൾ ഫോർത്തിലാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ബ്രേക്കിൽ വന്ന് വണ്ടി ജസ്റ്റ് സ്ലോ ചെയ്യുക. നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്പീഡ് കുറയ്ക്കാനായിട്ട് നമ്മൾ ബ്രേക്കിൽ വന്ന് വണ്ടിയെ സ്ലോ ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഒരു ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഫോർത്തിൽ നിന്ന് തേർഡിലേക്ക് ഇതുപോലെ അങ്ങ് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ തേർഡ് ഗിയറിൻ്റെ പിടുത്തവും ഇപ്പോൾ ബ്രേക്കും കൂടെ ആയപ്പോൾ വണ്ടി നമുക്ക് നല്ല രീതിയിൽ സ്ലോ ആയി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസരങ്ങളിൽ നമുക്ക് ഒരു ഫോർത്തിലൊക്കെ പോകുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ വണ്ടി എവിടെയെങ്കിലും സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഫോർത്തിൽ ഇങ്ങനെ വരികയാണ്, നമുക്ക് സ്ലോ ചെയ്യണം. ജസ്റ്റ് നമ്മൾ ബ്രേക്ക് വന്ന് വണ്ടി സ്ലോ ചെയ്യുന്നു, ക്ലച്ച് പിടിക്കുന്നു, തേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് ഇങ്ങനെ സൈഡിലേക്ക് ഒതുക്കി നമ്മളിതേ ബ്രേക്കേലും ക്ലച്ചേലും കൂടെ വന്ന് നമ്മൾ വണ്ടിയെ നിർത്തുന്നു. അതായത് എപ്പോഴും അത്യാവശ്യം സ്പീഡിൽ പോകുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് വണ്ടി സൈഡ് ഒതുക്കി നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾ ഒരു ഗിയറെങ്കിലും ഡൗൺ ചെയ്ത് ആ ഗിയറിൻ്റെ പിടുത്തത്തിലും കൂടെ ആയതിനു ശേഷം ക്ലച്ചേന്ന് അയച്ച് ആ ഗിയറിൻ്റെ പിടുത്തത്തിലാകുമ്പോൾ വണ്ടിക്ക് കുറേ കൂടെ സ്പീഡ് കുറയും. അതിനുശേഷം നമ്മൾ വീണ്ടും സൈഡിലേക്ക് ഒതുക്കുന്ന സമയത്ത് വീണ്ടും നമ്മൾ ബ്രേക്കിനോടൊപ്പം ഒന്നും കൂടെ ക്ലച്ചും കൂടെ ചവിട്ടി ഇതുപോലെ ഒതുക്കി നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ഒട്ടുമിക്ക നന്നായിട്ട് വണ്ടി ഓടിക്കുന്ന എക്സ്പേർട്ട് ആയിട്ടുള്ള ഡ്രൈവേഴ്സ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നത്, ഒരു വണ്ടി നമ്മൾ ഗട്ടറിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ
എങ്ങനെ ഒരു വണ്ടി നമുക്ക് നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നിർത്തണം, ആദ്യം ബ്രേക്കിൽ വരണോ ക്ലച്ചിൽ വരണോ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിന് നിങ്ങൾ 2 സിറ്റുവേഷൻ മനസ്സിലാക്കുക. നമ്മളൊരു ഗട്ടറിൽ ഓടിച്ചു പോകുന്ന സമയത്ത് ചിലപ്പോൾ സ്പീഡിൽ പോയിട്ട് ചിലപ്പോൾ വണ്ടി നിർത്തേണ്ടി വരും, ചിലപ്പോൾ നമുക്ക് പതിയെ പോകുന്ന സമയത്ത് നിർത്തി പോകേണ്ട ഒരു സാഹചര്യം വരും. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടി ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, വണ്ടി എടുക്കുകയാണ്. ഇവിടെ മുന്നിലായിട്ടൊരു ഗട്ടറുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഇതിനെല്ലാം കൂടെ ഞാൻ പൊതുവായിട്ടൊരു ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞു തരാം, അതിന് വേണ്ടി നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് കാണുക. ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ പോവാണ്, പതുക്കെ പോകുന്ന സന്ദർഭങ്ങളിൽ ഇവിടെ ഒരു ഗട്ടർ നമുക്ക് കാണുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ ഒന്ന് നിർത്തേണ്ട സിറ്റുവേഷൻ വന്നു. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്കേ വന്ന് നിർത്തിയാൽ മതി. കാരണം നമ്മൾ വണ്ടി പതിയാണ് പോകുന്നത്, അതുകൊണ്ട് വണ്ടി നിർത്തേണ്ട സന്ദർഭങ്ങളിൽ നമ്മൾ ആദ്യം ബ്രേക്കിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഗട്ടർ ആയതുകൊണ്ട് തന്നെ റണ്ണിങ് ഓൾറെഡി കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ബ്രേക്കിലെടുത്ത് വെക്കുന്ന സമയത്ത് തന്നെ വണ്ടി എഞ്ചിൻ ഇടിച്ചിട്ട് ഓഫായി പോകും. അപ്പോൾ എന്ത് ചെയ്യണം, ആദ്യം നിങ്ങൾ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിച്ചതിന് ശേഷം മാത്രം ബ്രേക്കിൽ വരിക. ഓക്കെ, ഇനി നിങ്ങളുടെ വണ്ടി അത്യാവശ്യം നല്ല സ്പീഡിൽ പോവാണ്. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ സെക്കൻഡ് കൊടുത്തു, വീണ്ടും ഞാൻ വണ്ടിക്ക് മൂവ് ആക്കുന്നു, തേർഡ് ഗിയറിലേക്ക് ഇടുന്നു. ഇങ്ങനെ തേർഡ് ഗിയറിൽ പോവാണ്. അപ്പോൾ മുന്നിലായിട്ട് ഒരു ഗട്ടർ കണ്ടു, അപ്പോൾ എനിക്ക് വണ്ടി നിർത്തണം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ബ്രേക്കേ വന്നിക്കുക, അതിനുശേഷം ക്ലച്ച് ചവിട്ടിയിട്ട് ഇങ്ങനെ വണ്ടി നിർത്തുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വണ്ടിയുടെ സ്പീഡ് കൂടുതലായതുകൊണ്ട് തന്നെ സ്പീഡൊന്ന് ജസ്റ്റ് കുറയ്ക്കാനായിട്ട് ബ്രേക്കേ വന്ന് വണ്ടി സ്ലോ ചെയ്യുക, അതിനുശേഷം ക്ലച്ച് ചവിട്ടിയിട്ട് നമ്മൾ വണ്ടി നിർത്തുക. ഓക്കെ, നിങ്ങൾക്ക് ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. ഇനി അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം മറ്റൊരു സിറ്റുവേഷൻ ഉണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്കൊരു വണ്ടി കയറ്റത്ത് എങ്ങനെയാണ് ശരിയായ രീതിയിൽ നിർത്തേണ്ടത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഇപ്പം ഞാൻ തേർഡ് ഗിയറിൽ പോവുകയാണ്, ഇവിടെ മുന്നിലായിട്ടൊരു കയറ്റമുണ്ട്, അത്യാവശ്യം സ്പീഡിലാണ് എൻ്റെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കിവിടെ പെട്ടെന്ന് വണ്ടി നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വരുവാണ്. ഇവിടുന്ന് ഓപ്പോസിറ്റ് ഒരു വലിയ വണ്ടി വരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ വണ്ടി സൈഡ് ഒതുക്കി നിർത്തേണ്ട ഒരു സാഹചര്യം വരികയാണ്. അപ്പോൾ ഞാൻ ചെയ്യേണ്ടത് ആവറേജ് സ്പീഡിൽ പോകുന്ന സന്ദർഭങ്ങളിലാണ് എനിക്ക് വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആക്സിലറേഷൻ കുറച്ച് ബ്രേക്കിലേക്ക് വന്നിട്ട് ക്ലച്ച് ചവിട്ടിയിട്ട് ഇതുപോലെ വണ്ടി നിർത്തുക, സൈഡ് ഒതുക്കി. കണ്ടോ, ആക്സിലറേഷൻ കുറയ്ക്കുമ്പോൾ വണ്ടിയുടെ സ്പീഡ് കുറയും, അതിനോടൊപ്പം തന്നെ ആ കുറയ്ക്കുന്ന ടൈമിൽ ബ്രേക്കിലേക്ക് കൊണ്ട് വരിക, ഒപ്പം സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലേക്ക് ഒടിച്ച് നമ്മൾ ഇടത് ഭാഗത്തേക്ക് വരുന്ന സെയിം ടൈമിൽ ക്ലച്ചും കൂടെ ചവിട്ടിയത് ഇതുപോലെ സൈഡ് ഒതുക്കി നിർത്തുക. അപ്പോൾ സ്പീഡ് വരുമ്പോൾ എന്ത് ചെയ്യണം, ഈ ഒരു രീതിയിൽ നിങ്ങൾ കയറ്റത്ത് നിർത്തണം. അപ്പം നമുക്ക് സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടണം, ഫസ്റ്റ് ആക്സിലറേഷൻ പെഡലിൽ നിന്ന് കുറഞ്ഞ് ബ്രേക്കിലേക്ക് വരണം, അതിനും ഒരു ബാലൻസ് കിട്ടണം, ഒപ്പം നമ്മൾ ക്ലച്ച് ഓട്ടണം, അതോടൊപ്പം തന്നെ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്തിട്ട് വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്ത് കയറ്റത്ത് നിർത്തുക. ഇനിയും നമുക്ക് എങ്ങനെയാണ് ഒരു വണ്ടി കയറ്റത്ത് പതിയെ പോകുന്ന സാഹചര്യങ്ങളിൽ നിർത്തേണ്ടത്. ഇപ്പോൾ പതിയെ പോകുന്നു, അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം ആക്സിലറേഷൻ കുറയ്ക്കുന്നു, അതിനുശേഷം ക്ലച്ച് ചവിട്ടി പിടിക്കുന്നു, ഇപ്പോഴും വണ്ടി റണ്ണിങ്ങിലാണ്, ആ ഒരു സമയത്ത് മെല്ലെ ബ്രേക്ക് വരിക. അപ്പോൾ പതിയെ നമുക്ക് നിർത്തേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആക്സിലറേഷൻ ഇതിങ്ങനെ കൊടുത്തു പോവുകയാണ്, ആക്സിലറേഷൻ ജസ്റ്റ് കുറയ്ക്കുന്നു, അപ്പോൾ തന്നെ വണ്ടിയുടെ സ്പീഡ് കുറയും. ആ ഒരു ടൈമിൽ നമ്മൾ ക്ലച്ച് മെല്ലെ ചവിട്ടി പിടിച്ചിട്ട് ബ്രേക്കിലേക്ക് വരിക. കണ്ടോ, അപ്പോൾ നമുക്ക് വണ്ടിയെ പതിയെ നിർത്താനായിട്ട് കഴിയും. അപ്പം നിങ്ങൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, നിങ്ങളൊരു വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് വണ്ടിക്ക് സ്പീഡ് കൂടുതലാണെങ്കിൽ ഓക്കെ, ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ വണ്ടിയെ പെട്ടെന്ന് നിർത്തേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഗിയർ ഡൗൺ ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ, അത് എല്ലായ്പ്പോഴും കിട്ടണമെന്നില്ല. ഇപ്പോൾ തേർഡിലോ ഫോർത്തിലോ ഒക്കെ പോകുന്ന സന്ദർഭങ്ങളിൽ പെട്ടെന്ന് നമുക്ക് വണ്ടി നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണ്. അതൊരു സഡൻ ബ്രേക്ക് മോഡലല്ല പറയുന്നത്, അല്ലാതെ നമുക്ക് നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നോക്കുക തേർഡിൽ ഇങ്ങനെ പോകുന്നു, നമുക്ക് വണ്ടി നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം ബ്രേക്കിലേക്ക് ഇങ്ങനെ വരിക, ക്ലച്ച് ചവിട്ടുക, വണ്ടി നിർത്തുക. കണ്ടോ, ഒത്തിരി സ്പീഡിലല്ല, ആവറേജ് സ്പീഡിലാണ്. അപ്പം നമുക്ക് ഇങ്ങനെ വണ്ടി നിർത്തുക. ഇനി പതുക്കെയാണ് നമ്മൾ വണ്ടി എടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം, ആദ്യം ക്ലച്ച് ചവിട്ടി പിടിച്ചിട്ട് ബ്രേക്കിലേക്ക് വരിക. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് നിങ്ങളൊരു വണ്ടി സ്പീഡിൽ പോകുമ്പോൾ ഒരു വണ്ടി നിർത്താനായിട്ട് ആദ്യം ബ്രേക്കേ വന്ന് ക്ലച്ച് ചവിട്ടി വണ്ടി നിർത്തുക. പതിയെ പോകുന്ന സാഹചര്യങ്ങളിൽ വണ്ടി നിർത്തേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്കേ വന്ന് വണ്ടി നിർത്തുക. ഇനി എങ്ങനെയാണ് സഡൻ ബ്രേക്ക് ചെയ്യുന്നത്, അതും കൂടെ ജസ്റ്റ് ഈ കൂട്ടത്തിലൊന്ന് പറയാം. അതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സഡൻ ബ്രേക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളിങ്ങനെ തേടി പോകുന്നു, നല്ല സ്പീഡിൽ പോവാണ്, നമുക്ക് വണ്ടി പെട്ടെന്ന് നിർത്തണം, നമ്മുടെ ആ പോകുന്ന സ്പീഡ് വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്കിത് ഈ ഒറ്റ മെത്തേഡിൽ ബ്രേക്ക് ചെയ്ത് ക്ലച്ച് ചെയ്ത് വണ്ടി നിർത്താൻ കഴിയത്തില്ല. കാരണം അങ്ങനെ നിർത്തി വരുമ്പോഴത്തേന് വണ്ടി ഇതുപോലെ കുറച്ച് ദൂരം പോയിട്ടേ വണ്ടി നിൽക്കത്തുള്ളൂ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഇങ്ങനെ പോകുന്നു, നമ്മൾ നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ബ്രേക്കിൽ 1-2 തവണ എടുത്ത് ഇങ്ങനെ പമ്പ് ചെയ്ത് ചവിട്ടിയിട്ട് നിർത്തുക. ഓക്കെ, കണ്ടോ. അപ്പം നമുക്ക് ഉള്ള ഒരു ഗുണമെന്ന് പറയുന്നത്, ഇതിപ്പോൾ ABS ഇല്ലാത്ത വാഹനങ്ങളിലാണ് നമ്മളിത് ഇങ്ങനെ എടുത്തെടുത്ത് പമ്പ് ചെയ്യേണ്ടത്. ABS ഉള്ള വാഹനങ്ങളിലാണെങ്കിൽ ഒറ്റ സഡൻ ബ്രേക്കിൽ വണ്ടി നിന്നോളും, പക്ഷേങ്കിൽ അത് അപകടമാണ്. എന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഇങ്ങനെ പോകുന്ന സന്ദർഭങ്ങളിൽ 1-2 തവണ എടുത്ത് ചവിട്ടിയിട്ട് നമ്മൾ ക്ലച്ചും കൂടെ ചവിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വണ്ടി മുന്നോട്ട് തെന്നി നീങ്ങാതെ നമുക്ക് സഡൻ ബ്രേക്ക് ചെയ്ത് വളരെ വേഗത്തിൽ വണ്ടിയെ നിർത്താനായിട്ട് കഴിയും. അപ്പോൾ അതിൻ്റെ മെക്കാനിസം എന്താണെന്ന്, അപ്പോൾ അതങ്ങനെ 1-2 തവണ ബ്രേക്ക് എന്തിനാണ് ചവിട്ടുന്നതെന്ന്
ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മൾ 1-2 തവണ എടുത്ത് ഇങ്ങനെ ബ്രേക്ക് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ ടയറിൻ്റെ കറക്കത്തെ ഒന്ന് പിടിക്കുന്നു വിടുന്നു, ഒന്ന് പിടിക്കുന്നു വിടുന്നു, ഇത് നമ്മൾ വളരെ വേഗത്തിൽ ചെയ്യുന്നു. അപ്പോൾ ആ റണ്ണിങ് നമുക്ക് ഓൾറെഡി പെട്ടെന്നൊന്ന് കുറയ്ക്കെടുക്കാനായിട്ട് പെട്ടെന്ന് അടുപ്പിച്ചൊന്ന് ബ്രേക്ക് ചെയ്യുക. അതിനുശേഷം പെട്ടെന്ന് ബ്രേക്ക് ചെയ്തിട്ട് ക്ലച്ചിലും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ വേഗത്തിൽ സഡൻ ബ്രേക്ക് ചെയ്ത് തന്നെ ഒരു വണ്ടിയെ നിർത്താനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് ഒരു വണ്ടി ശരിയായ രീതിയിൽ നിർത്തേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ കിട്ടിയെന്ന് കരുതുന്നു. സ്പീഡിൽ പോകുന്ന സാഹചര്യങ്ങളിൽ ബ്രേക്കിൽ വന്ന് ക്ലച്ച് ചവിട്ടി നമ്മൾ വാഹനത്തെ നിർത്തുക. പതിയെ പോകുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ വളരെ സിമ്പിളാണ്, ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്കിൽ വന്ന് വണ്ടി നിർത്തുക. ഇനി അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടാനായിട്ടുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത്, നമ്മൾ പതിയെ പോകുന്ന സാഹചര്യങ്ങൾ എപ്പോഴും സെക്കൻഡ് ഗിയറിലും ഫസ്റ്റ് ഗിയറിലും ആയിരിക്കും. അപ്പോൾ ഫസ്റ്റിലും സെക്കൻഡിലും പോകുമ്പോൾ നമ്മൾ പരമാവധി ക്ലച്ച് ചവിട്ടി ബ്രേക്കിൽ വന്ന് വണ്ടി നിർത്തിയാൽ മതി. തേർഡിലോ ഫോർത്തിലോ ഒക്കെ പോകുന്ന സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഫിഫ്ത്തിലൊക്കെ പോകുന്ന സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഫസ്റ്റ് ബ്രേക്കിൽ വന്ന് സ്ലോ ചെയ്യുക, ഒപ്പം ഗിയറും കൂടെ ഡൗൺ ചെയ്തിട്ട് ക്ലച്ചും കൂടെ ചവിട്ടി നമ്മൾ വണ്ടിയെ നിർത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പതിപോലെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.